കേരളത്തിലെ ആരോഗ്യരംഗവും വിദ്യാഭ്യാസ രംഗവും ഐക്യ കേരളം രൂപീകരിക്കുന്നതിന് മുമ്പ് തന്നെ ക്രിസ്ത്യൻ മിഷണറിമാരുടെ ഇടപെടലുകൾ, പള്ളിക്കൂടങ്ങളുടെ ആരംഭം, അപ്പോൾ ഈ രണ്ട് സെക്ടറും ഹെൽത്തിലും എഡ്യൂക്കേഷനിലും വളരെ നേരത്തെ തന്നെ കേരളം മുന്നിലാണ്. പിന്നെ കേരളത്തിലുണ്ടായിട്ടുള്ള സാമൂഹ്യ മുന്നേറ്റങ്ങൾ, നവോത്ഥാനങ്ങളൊക്കെ നമുക്ക് വലിയ പുരോഗതി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജനങ്ങളൊക്കെ തന്നെ ഇത്തരം കാര്യങ്ങൾ വലിയ അവബോധമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഹെൽത്തിൻ്റെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ നല്ല ലോകത്തിൽ തന്നെ നമ്മളെപ്പോലെ ചിന്തിക്കുന്ന ആളുകൾ, ഇത്രയും കെയർ ചെയ്യുന്ന ആളുകളെ കാണാൻ കഴിയില്ല. അപ്പോൾ ഏതെങ്കിലും ഒരു ഗവൺമെൻറ്റിൻ്റെ നേട്ടമല്ല. ഇപ്പോൾ വലിയ ചർച്ചയാണ് ഹെൽത്ത് സെക്ടറിൽ വലിയ മാറ്റം. എന്താ? ഇൻഫാൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് വളരെ കുറവാണ്, 5%. അമേരിക്കയ്ക്കും താഴെയാണെന്നാണ് ക്ലെയിം ചെയ്യുന്നത് ഗവൺമെൻറ്. ആക്ച്വലി അത് ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം മാറ്റമല്ല. 35-ൽ നിന്ന് 25-ആയി, 25-ൽ നിന്ന് 20-ആയി, 20-ൽ നിന്ന് 15-ആയി, 15-ൽ നിന്ന് 12-ആയി, അങ്ങനെ വന്നിട്ടുള്ളൊരു മാറ്റമാണ്. അതൊരു ഗവൺമെൻറ്റിൻ്റെ മാത്രം നേട്ടമല്ല. പക്ഷേ ഈ ഗവൺമെൻറ് അവകാശപ്പെടുന്നത് അത്തരം കാര്യങ്ങളുടെ നേട്ടം ഞങ്ങളുടേത് മാത്രമാണെന്നാണ്. 10 വർഷത്തെ നേട്ടമെടുക്കുമ്പോൾ അതിൻ്റെ പുറകിൽ കടന്നു വന്ന വഴികളിൽ ഉണ്ടാക്കിയ നേട്ടങ്ങളൊന്നും ഈ ഗവൺമെൻറ് കാണുന്നില്ല. അതൊന്നും ഇല്ലാത്ത രീതിയിൽ PR വർക്കിലൂടെ ഈ ഒരു 10 വർഷം കൊണ്ടാണ് ഞങ്ങൾ ഹെൽത്ത് സെക്ടറിൽ ഇത്ര നേട്ടമുണ്ടാക്കിയെന്നാണ് അവകാശപ്പെടുന്നത്. അതിനെയാണ് ഞങ്ങൾ ചോദ്യം ചെയ്യുന്നത്. കഴിഞ്ഞ 10 വർഷത്തിൽ 2 ആരോഗ്യമന്ത്രിമാർ നമുക്കുണ്ടായിരുന്നു. അതിൽ ആദ്യത്തെ 5 വർഷം ശൈലജ ടീച്ചറും, രണ്ടാമത്തെ 5 വർഷം വീണ ജോർജും. സ്വാഭാവികമായിട്ടും 2 രീതിയിലുള്ള ഒരു റിസൾട്ടാണ് പൊതുവെ 2 പേർക്ക്, 2 രീതിയിലുള്ളൊരു ഇമേജാണ് 2 പേർക്കും ക്രിയേറ്റ് ചെയ്യപ്പെട്ടതും ഈ ഒരു 10 വർഷത്തെ ഒരു ഭരണത്തിന് ശേഷം. അതിനെ എങ്ങനെ വിലയിരുത്തുന്നു? ഈ 2016 ശേഷം വന്നൊരു മാറ്റം ഏറ്റവും പ്രധാനമായിട്ടുള്ളത്, നമ്മൾ കഴിഞ്ഞ 2016 വരെ ഞാനൊരു ഗവൺമെൻറ് ഭാഗമായിരുന്നു. ഞങ്ങളിങ്ങനെ PR വർക്കിന് വലിയ സ്വാധീനം കൊടുക്കാറില്ല. ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുന്നു, മാധ്യമങ്ങളിൽ വരുന്നു. പക്ഷേ 2016 ശേഷം വന്ന ഗവൺമെൻറ് ഏറ്റവും ഫോക്കസ് ചെയ്തത് PR വർക്കുകളിലാണ്. എന്തു ചെയ്യുന്നു എന്നുള്ളത്, അത് ഞാൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്, നിങ്ങളറിയുന്ന ഒന്നാണെങ്കിൽ അത് ലോകം മുഴുവൻ അറിയിക്കുക എന്നുള്ള ഒരു കാര്യം ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ മാറ്റമാണ്. അത് ഏറ്റവും നന്നായിട്ട് PR വർക്ക് ചെയ്യുന്ന കാര്യത്തിൽ 2 ആരോഗ്യമന്ത്രിമാരും അത്യാവശ്യം നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ PR വർക്കിലൂടെ മാത്രം പക്ഷെ നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അതിനപ്പുറത്ത് കുറേ റിയാലിറ്റി ഉണ്ട്. ആ റിയാലിറ്റികൾ ഓരോന്ന് വരുമ്പോഴാണ് ഈ PR വർക്കിലൂടെ ഉണ്ടാകുന്ന ഇമേജിനെ കോട്ടം തട്ടുന്നത്. അപ്പോൾ സ്വാഭാവികമായും PR വർക്ക് എന്ന പ്ലാറ്റ്ഫോമിൽ മാത്രം നിൽക്കരുത്, റിയാലിറ്റിയുടെ പ്ലാറ്റ്ഫോമിൽ നിൽക്കണം. ഈ 2 മന്ത്രിമാരും PR വർക്കിൻ്റെ പ്ലാറ്റ്ഫോമിൽ മാത്രം നിന്ന 2 മന്ത്രിമാരായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ആരോഗ്യ മേഖലയിലെ പ്രധാന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുന്നത് പ്രതിപക്ഷം എന്നുള്ള രീതിയിൽ? അല്ല, കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞില്ല, ഏതെങ്കിലും ഒരു ഗവൺമെൻറ്റിന് മാത്രം അവകാശപ്പെടാൻ കഴിയുന്ന നേട്ടങ്ങളും കോട്ടങ്ങളുമല്ല. പക്ഷേ നമുക്ക് ഇപ്പോൾ വേണ്ടത് ഏറ്റവും നല്ല രീതിയിൽ ഇന്നത്തെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് കേരളത്തിൽ ഒരുപാട് ആശുപത്രികളുണ്ട്. സുഹൃത്തൊക്കെ ഒരുപാട് രാജ്യത്ത് യാത്ര ചെയ്യുന്നല്ലേ. പക്ഷേ എനിക്ക് യാത്ര ചെയ്യുമ്പോൾ തോന്നിയിട്ടുള്ള കാര്യം, കേരളം പോലെ ആരോഗ്യ രംഗത്ത് പെട്ടെന്ന് ചികിത്സ കിട്ടാൻ കഴിയുന്ന ഏതെങ്കിലും രാജ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഒരിക്കലുമില്ല. യുഎസിനെ കുറിച്ച് പറയും, അവിടെ ഒരു ഡോക്ടറെ ചെന്ന് കാണാനുള്ള ബുദ്ധിമുട്ട് അറിയാലോ. പിന്നെ ഞാൻ പെട്ടിട്ടുണ്ട്. ആണല്ലേ? ഞാൻ പണ്ട് വിയറ്റ്നാമിൽ ട്രാവൽ ചെയ്യുന്ന സമയത്ത് എനിക്ക് തൊണ്ടയ്ക്ക് ഇൻഫെക്ഷനൊക്കെ വന്നിട്ട് ഞാൻ ആ ഡോക്ടറെ കാണാൻ പോയിട്ടെങ്കിൽ ഡോക്ടറെ കാണാൻ പറ്റില്ല. ഒരു മെഡിക്കൽ സ്റ്റോറിൽ പോയി മരുന്ന് വാങ്ങിച്ച് കഴിക്കാൻ പറഞ്ഞു. മെഡിക്കൽ സ്റ്റോറിൽ പോയാൽ നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്ന പോലെ കാര്യമായിട്ട് മരുന്നൊന്നും അവിടെ കിട്ടില്ല. എന്നിട്ട് ഞാൻ ഒരു മരുന്നൊക്കെ കഴിച്ച് ഒരു 5-6 ദിവസം വെയിറ്റ് ചെയ്തിട്ടും കുറവൊന്നുമില്ല. ഞാൻ നേരെ ഫ്ലൈറ്റ് എടുത്ത് നാട്ടിൽ വന്നു. 1 മാസം ഞാനിവിടെ ട്രീറ്റ്മെന്റിലായിരുന്നു. ആണല്ലേ? യൂറോപ്പിലും അമേരിക്കയിലേക്കാണ് ഇതിൻ്റെ ഏറ്റവും. എന്നിട്ട് ഞാനത് സോഷ്യൽ മീഡിയയിലൂടെ പറഞ്ഞപ്പോഴത്തേക്കിനും അവിടെയുള്ള ആൾക്കാർ, അവിടെയുള്ള മലയാളികൾക്ക് എന്നെ പൊങ്കാലിടാൻ തുടങ്ങി. ഞാൻ സത്യമാണ് പറഞ്ഞത്. സത്യമാണ്. അത് യാത്ര ചെയ്യുന്നവർക്കറിയാം. കേരളത്തിൽ കിട്ടുന്നത് നമുക്ക് ഡോക്ടറെ കാണണം, ഇപ്പോൾ ഒരു ക്ലിനിക്കിലൂടെ ചെന്ന് കാണാം. അത് എല്ലാ ഗവൺമെൻറ്, ഞാൻ പറഞ്ഞല്ലോ, വളരെ വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് ഉള്ളവരെയാണ്. നമുക്ക് പെട്ടെന്നൊരു ജലദോഷമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അസ്വസ്ഥത തോന്നിക്കഴിഞ്ഞാൽ ഒരു ടൗണിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ 2 ക്ലിനിക്ക് ഇല്ലാത്തൊരു ടൗണും ഇല്ല. പക്ഷെ എന്നാലും കേരളത്തിലെ ആരോഗ്യരംഗത്തെ കുറ്റം പറയല്ലേ ചെയ്യുന്നത്? അത്ര വിമർശനങ്ങളാണ് കേരളത്തിലെ ആരോഗ്യ മേഖലയെ ഈ തലത്തിലെത്തിച്ചത്. അത് UDF ഭരിക്കുമ്പോൾ വിമർശിക്കും. പക്ഷേ ഇതൊക്കെയാണ് ഇപ്പോൾ വന്നിട്ടുള്ള മാറ്റം. എന്താ ഇപ്പോൾ വന്നിട്ടുള്ള മാറ്റം എന്ന് പറയുന്നത്? അമിതമായിട്ട് സ്വകാര്യ ഹോസ്പിറ്റലിൽ ചെന്നാലുള്ള സാധാരണക്കാരൻ്റെ അവസ്ഥ എന്താ? എന്തുമാത്രം വലിയ ബില്ലാണ്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ മെഡിക്കൽ കോളേജുകൾ സ്ട്രെങ്തൻ ചെയ്യണം, ജില്ലാ ഹോസ്പിറ്റലുകൾ സ്ട്രെങ്തൻ ചെയ്യണം, പരമാവധി രോഗികൾക്ക് അവിടുന്ന് ചികിത്സ ലഭ്യമാക്കാനുള്ള സാഹചര്യം ഉണ്ടാകണം. ഏറ്റവും ഒരു എബോവായിട്ടുള്ള മിഡിൽ ക്ലാസ്സോ അതിന് മുകളിലുള്ള ആളുകൾക്ക് മാത്രമേ സ്വകാര്യ മേഖലയിൽ പോകേണ്ട ആവശ്യമുള്ളൂ എന്നൊരു സാഹചര്യം ഉണ്ടാകണം. ആ സാഹചര്യം ഇന്നില്ല എന്നുള്ളതാണ്.
മെഡിക്കൽ കോളേജുകളിൽ ക്വാളിറ്റി ഇല്ല. ക്വാളിറ്റി നമ്മൾ കുറേ കൂടി കീപ്പ് ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ ചികിത്സയ്ക്ക് പോയി കഴിഞ്ഞാൽ 4-5 മാസം കഴിഞ്ഞാണ് പലതും ഡേറ്റ് കിട്ടുന്നത്. അപ്പോഴാണ് എന്ത് പ്രയാസം ഉണ്ടെങ്കിൽ ആൾ നേരെ സ്വകാര്യ ഹോസ്പിറ്റലിലേക്ക് പോകുന്നത്. അപ്പോൾ അതിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ ആലോചിച്ച് മാറ്റം വരുത്തേണ്ടതുണ്ട്.